ഇന്ന് നമ്മൾ വൈകിട്ട് കാര്യമായിട്ട് നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പുമ്പക്കുട്ടീൻ്റെ നമ്മുടെ ചെറിയ ടെൻറ്റ് ഹൗസ് ഇല്ലേ, അതിൻ്റെ ഒരു കമ്പി അഴിച്ച് മാറ്റിയിട്ട് ഞാൻ ചെറുതായിട്ടൊരു പുൽക്കൂടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ നെറ്റിൻ്റെ ഷാളും കൂടെ വെച്ചിട്ട് അതിനൊന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഓലയും തണ്ടും പട്ടയൊക്കെ എടുത്തിട്ട് അതൊക്കെ മറച്ച് ഞങ്ങൾ സെറ്റാക്കി ഒരു പുളിമരത്തിൻ്റെ കമ്പും കൂടെ കൊണ്ടുവന്ന് വെച്ച് അതിനെ ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് പച്ച ലേസ് പോലത്തെ സാധനങ്ങളും പിന്നെ കുറച്ച് സെറ്റ് വാങ്ങുമ്പോൾ കിട്ടുന്ന കുറച്ച് ഉണ്ടകളും മണികളൊക്കെ തൂക്കി മേരി ക്രിസ്മസൊക്കെ തൂക്കി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത വീട്ടിലെ കുട്ടികളും കൂടെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഉത്സാഹമായിട്ടോ ഇതൊക്കെ കൂടെ ചെയ്യുന്ന കാണുമ്പോൾ പുമ്പക്കുട്ടിയാണെങ്കിൽ ആ കൂട്ടത്തിൽ അതൊക്കെ ചെയ്ത് അവരെ മുമ്പേ ഉണ്ട് കേട്ടോ. അവളുടെ ഒരു ഏഞ്ചലിൻ്റെ സ്റ്റാറും കൂടെ അതിൻ്റെ ഉള്ളിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ബഹളം. അങ്ങനെ അതും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയേശു സെറ്റുവിനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മേരി ക്രിസ്മസ് ഒക്കെ വെച്ച് രാത്രിയായപ്പോഴും നല്ല ചന്തമായിട്ടുണ്ട് കേട്ടോ. പിന്നെ റെഡ് സ്റ്റാർ നമ്മുടെ പഴയ സ്റ്റാറാണ്. ബാക്കി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വലിയ വലിയ വെള്ള നക്ഷത്രങ്ങൾ നമ്മുടെ മീഷോന്ന് വാങ്ങിയൊരു സെറ്റാണ് കേട്ടോ. പിന്നെ ഈ തിളങ്ങുന്ന ലൈറ്റുകൾ LED ലൈറ്റൊക്കെ ഞാൻ മീഷോന്ന് മേടിച്ചാൽ 236 രൂപയ്ക്ക് മേടിച്ചതാണ്. ഈ തൂങ്ങിക്കിടക്കുന്ന വെള്ള സ്റ്റാറുകളും 240 രൂപ കൊടുത്ത് മേടിച്ചതാണ്. ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. ഒക്കെ ഇപ്പോഴും നല്ല വർക്കാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഇപ്രാവശ്യത്തെ പുൽക്കൂട് സെറ്റ്.